നോ കീക്കോ, ഈ ഫാസ്റ്റർ ഫോർഡോ എന്നെ പീസാക്കുമെന്നാണ് തോന്നുന്നത്. സിഗ്സാഗ് പൊസിഷൻ സൂപ്പർ സ്പീഡോ. എന്താ നിനക്ക് ആകെ ഒരു ടെൻഷൻ? ഡോണ്ട് വറി, ഒരു മൃഗവും നമ്മളെ അറ്റാക്ക് ചെയ്യില്ല. ഷെടാ, അതല്ലടാ കാര്യം. ഞാൻ മൃഗങ്ങളെയല്ല പേടിക്കുന്നത്. പിന്നെന്താ? ഫാസ്റ്റർ ഫോർഡോവിനെയാണ് എനിക്ക് പേടി. അവൻ മൃഗങ്ങളെക്കാളും ഭയങ്കര ഡേഞ്ചറസ് ആണ്. അയ്യോ, ഫാസ്റ്റർ ഫോർഡോ എന്ന് പറഞ്ഞതല്ലേ ഉള്ളൂ, അപ്പോഴത്തേക്കും അവനിങ് എത്തിയോ? അറ്റാക്ക്! എന്റെ ദൈവമേ, ഇന്നൊരൊറ്റ ദിവസം കൊണ്ട് ഞങ്ങൾ എത്ര പ്ലാൻസ് നട്ടുവച്ചിരിക്കുന്നത് കണ്ടു. ആ, ഇനി ഞാനൊരു അല്പം കഴിച്ചോട്ടെ. ഇനിയും ഒരുപാട് പ്ലാൻസ് നട്ടുവെക്കാനുണ്ട്. കാരണം ഇന്ന് ഒരുപാട് പ്ലാൻസ് നട്ടുവെച്ച് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നു. അതിന് 3 വാക്കിൽ പറയണമെങ്കിൽ വേൾഡ് പ്ലാൻ ഡേ. എനിക്ക് തോന്നുന്നത് ഇപ്പോഴൊക്കെ ഒരുപാട് മരങ്ങൾ വെട്ടിക്കൊണ്ടിരിക്കുക. അത് വെച്ച് നോക്കുമ്പോ നമ്മൾ വർഷത്തിൽ ഒരിക്കൽ മാത്രമല്ല, ഓരോ ദിവസവും ഒരുപാട് ചെടികൾ നട്ടു വളർത്തണം. വേൾഡ് ട്രീ ഡേ സെലിബ്രേറ്റ് ചെയ്യണം. കാരണം പ്ലാന്റ്സ് ആണ് നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്സ്. അതായത് നമ്മളെ പോലെ. ഇതിലൊറ്റ വാക്കിൽ പറയണമെങ്കിൽ പെർഫെക്റ്റ്. ഗൈസ്, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്, എന്നെ മറക്കല്ലേ. യെസ് സൂപ്പർ സ്പീഡോ, നിന്നെ എങ്ങനെയാ ഞങ്ങൾ മറക്കുക? ഇഷ്ടം പോണ നിങ്ങൾ എന്തിനാ കൊച്ചു കുട്ടികളെ പോലെ ഇങ്ങനെ കരയുന്നത്? അയ്യോ അയ്യോ, ഞാനിവരുടെ ഇത്ര സ്ട്രോങ് ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് കണ്ടപ്പോ ഞാൻ കുറച്ച് ഇമോഷണൽ ആയി പോയി. ഇങ്ങോട്ട് വരൂ, പറയാം. ഇവിടെ നിന്ന് കരഞ്ഞാൽ മതി. കാരണം ഇവിടെയുള്ള ചെടികൾക്കെല്ലാം വെള്ളം കിട്ടിയതുപോലെ. ശരി, നമ്മൾ ഈ ഭാഗത്ത് ഒരുപാട് പ്ലാന്റ്സ് നട്ടുവെച്ചു കഴിഞ്ഞു. ഇപ്പൊ നമുക്ക് ഗാർഡന്റെ മറുവശത്തേക്ക് ചെന്ന് ഒരുപാട് ചെടികൾ നടാം. സൂര്യപ്രകാശം നല്ലോണം കിട്ടുമ്പോ നമ്മൾ എന്തിനാ മെഴുകുതിരി കത്തിച്ചു വയ്ക്കുന്നത്? അതുപോലെ ടോർച്ച് എന്തിനോ? കാലക്കി സാറേ, എന്തൊരു പഞ്ച് ഡയലോഗായിരുന്നു അത്. ഞാനൊന്ന് നോട്ട് പാഡിൽ നോട്ട് ചെയ്യട്ടെ. ജൂനിയർ ഡിറ്റക്റ്റീവ് അങ്കിൾ, ആദ്യം ഇതിന്റെ അർത്ഥം എന്താന്ന് പറയൂ. ജെറ്റ്പെഡ് സാർ പറഞ്ഞതിന്റെ അർത്ഥം അദ്ദേഹത്തിന് എന്തോ രഹസ്യ ഇൻഫർമേഷൻ കിട്ടിയെന്നാ. സൺ സിറ്റിയുടെ പുറത്ത് ഒരു കാടുണ്ടല്ലോ, അവിടെ ആരോ പതുങ്ങിയിരുന്ന് മരങ്ങൾ വെട്ടിക്കൊണ്ടുപോകുന്നതായി ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. 2 വാക്കിൽ പറയണമെങ്കിൽ വെരി റോങ്. എന്താ ഇത്? നമ്മളൊക്കെ ഇവിടെ ചെടികൾ നട്ട് വളർത്തുമ്പോൾ അവിടെ മറ്റാരോ കാട്ടില് മരങ്ങൾ വെട്ടിക്കൊണ്ടിരിക്കുകയാണെന്നോ? മമ്മി പ്ലീസ്, മരങ്ങളെ കട്ട് ചെയ്യാതെ എങ്ങനെയെങ്കിലും രക്ഷിക്കൂ. ഡോണ്ട് വറി മേയർ അങ്കിൾ, കീക്കോയും സൂപ്പർ സ്പീഡോയും ഇവിടെ ഉള്ളതുവരെ അങ്ങനെയൊന്നും സംഭവിക്കില്ല. സബാഷ്, വെരി ഗുഡ്. നീയും സൂപ്പർ സ്പീഡോയും ചെന്ന് ആ മരം വെട്ടുന്ന കള്ളനെ ഒരു പാഠം പഠിപ്പിക്കൂ. അയ്യോ, അങ്ങോട്ട് കീക്കോയും സൂപ്പർ സ്പീഡോയും മാത്രമല്ല പോകുന്നത്, നമ്മൾ എല്ലാവരും അങ്ങോട്ട് പോയേ പറ്റൂ. എങ്ങോട്ടാ? അടർന്ന കാട്ടിലേക്കോ? അയ്യോ, കറക്റ്റ്. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അങ്ങ് കാട്ടിലേക്ക് ചെന്നിട്ട് ആ മരം വെട്ടുന്ന കള്ളനെ അങ്ങ് പിടിച്ചേക്കാം.
ഈഷ്, അവിടെയുള്ള കുറ്റിച്ചെടികൾക്ക് പുറകിൽ സിംഹമുണ്ടെന്നാണ് തോന്നുന്നത്. മമ്മി രക്ഷിക്കണേ. അയ്യോ നേരെ ഡോണ്ട് വെരി ജി. ഞാൻ എന്റെ ഈ സ്പാനർ വലിച്ചെറിഞ്ഞാലുണ്ടല്ലോ വലിയ സിംഹങ്ങൾ പോലും പേടിച്ച് ഓടിപ്പോകും. ഒരു മിനിറ്റ് ടെമ്പോ അണ്ണ, ഒന്ന് സമാധാനിക്ക്. നമ്മൾ ഇവിടെയുള്ള ഒരു മൃഗത്തെയും ശല്യപ്പെടുത്താൻ പാടില്ല. എന്നാ ശരി. എന്റെ ദൈവമേ, ഒരു പക്ഷേ സിംഹം ഇവിടെ പെട്ടെന്ന് എത്തിയാലോ? എന്നിട്ട് സിംഹം നമ്മളെ നോക്കി പറയും, ഞാൻ നിങ്ങളെ അങ്ങ് തിന്നേക്കാന്ന് പറഞ്ഞാലോ? അയ്യോ മേരെ, ഇത് കണ്ടാണോ നിങ്ങൾ പേടിച്ചത്? അവിടെ ഉണ്ടായിരുന്നത് സിംഹമല്ല, കാട്ടുമുയല, മുയല്. ഈഷ്, എനിക്ക് സിംഹത്തിനെയും പുലിനെയും ഒന്നും പേടിയില്ല. നിനക്കറിയോ, പണ്ടൊരിക്കൽ ഞാനൊരു സിംഹത്തിനെ ഗുസ്തി പിടിച്ച് തോൽപ്പിച്ചിട്ടുണ്ട്. അവസാന സിംഹം എന്നിൽ നിന്ന് പേടിച്ചോടി രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. നിങ്ങൾ കാര്യമായിട്ട് പറയണോ മേയർ അങ്കിൾ? അല്ലാതെ പിന്നെ, ഇനി അഥവാ ഞാൻ കള്ളം പറഞ്ഞതാണെങ്കിൽ എന്റെ തലയിൽ സ്ട്രോബെറി വന്ന് വീഴട്ടെ. മേയറങ്കിൾ, ഈ സ്ട്രോബെറീസ് ഒക്കെ ഭയങ്കര പുളിപ്പാ. അടുത്ത പ്രാവശ്യം നല്ല മധുരമുള്ള സ്ട്രോബെറീസ് വരണോന്ന് പറയേ. അയ്യോ, ഇത്ര കൊടും കാട്ടിൽ വന്നിട്ട് പോലും മേര് കള്ളക്കഥ പറയുന്ന സ്വഭാവം നിർത്തിയിട്ടില്ല. ഈഷ്, എനിക്ക് തോന്നുന്നത് അവിടെ ഒരു മുയലുണ്ടെന്നാണ്. ഞാൻ ഇപ്പൊ തന്നെ ചെന്ന് അതിനെ പിടിച്ചോണ്ട് വരാം. നിങ്ങളെല്ലാവരും നോക്കിക്കോ, ഞാൻ ഈ മുയലിന്റെ ചെവിയിൽ പിടിച്ച് ഇപ്പൊ കൊണ്ടുവരും. മേരെ തിരിച്ചു വന്നേക്ക്. എരിവ് കൂടുതലുള്ള മിസ്റ്ററിനെ ചട്പട്ട് എന്ന് പറയും. ഏതൊരു കളരിയെ പിടിക്കുന്നവരെയാണ് ഡിറ്റക്റ്റീവ് ചട്പട്ട് എന്ന് പറയുന്നത്. അയ്യോ, ഇവനൊരു വാക്ക് പോലും മിണ്ടുന്നില്ല, പക്ഷെ ഭയങ്കരമായിട്ട് അറ്റാക്ക് ചെയ്യുന്നല്ലോ. ഈഷ്, ഇവനാണ് ഫാസ്റ്റർ ഫൂഡു. ഇവൻ ഭയങ്കര ഡേഞ്ചറസ് പാർട്ടിയാണ്. ഞാൻ ഇവനെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട്. ഹലോ ബോസ്, കീക്കോയും ഫാസ്റ്റർ ഫ്യൂഡോയും ഏറ്റുമുട്ടുകയാണ്. വെരി ഗുഡ്, ഇതാണ് ശരിക്കുള്ള സന്ദർഭം. ടോട്ടൽ ഡ്രഗ്സും കാട്ടിനകത്തേക്ക് കൊണ്ടുവന്നേക്ക്. പക്ഷേ ബോസേ, ഫാസ്റ്റർ ഫോഡോ കീക്കോ എടുത്തിട്ട് പന്താടുകയാണ്. ഒരുപക്ഷെ ഫാസ്റ്റർ ഫോഡോ നമ്മുടെ ട്രക്കിനെ അറ്റാക്ക് ചെയ്യുകയാണെങ്കിലോ? കീക്കോയും സൂപ്പർ സ്പീഡോയും അവിടെ ഉള്ളതുവരെ അങ്ങനെ ഒന്നും സംഭവിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ ഡിറ്റക്റ്റീവ് ചട്പട്ടിന് മരം വെട്ടുന്ന കളനെ കുറിച്ചുള്ള മെസ്സേജ് അയച്ചത്. എനിക്കറിയാം സംഭവം കേട്ടതും കീക്കോ പെട്ടെന്ന് ഇവിടെ എത്തുമെന്ന്. നമ്മുടെ കാര്യം നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്ത് തീർത്തേക്കാം. എന്നാ ഓക്കെ ബോസ്, ഞാൻ എല്ലാ ട്രക്കിനെയും പറഞ്ഞു വിടാം. സേവ് ട്രീസോ? ഇത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ്സിന്റെ ട്രക്കാന്ന് തോന്നല്ലോ. ഇനിയിപ്പോ ഞാൻ സൂപ്പർ സ്പീഡോയെ വിളിച്ചേ പറ്റൂ. വേഗം, അതിവേഗം R7 പുറത്തേക്ക് വരട്ടെ സൂപ്പർ സ്പീഡോ കാർ. സൂപ്പർ സ്പീഡോ, നമ്മളാ ഫാസ്റ്റർ ഫോളോയെ പിടിച്ചേ പറ്റൂ. ആക്ടിവേറ്റ് ഫോർമുല നമ്പർ 121. ഓക്കെ കീക്കോ, ആക്ടിവേറ്റിംഗ് ഫോർമുല 121.
സൂപ്പർ സ്പീഡോ ഫാസ്റ്റർ ഫോളോ ആ ട്രാക്കിനെ നശിപ്പിക്കുന്ന തോന്നുന്നത്. അതിനെ രക്ഷിക്കാനായിട്ട് ഫോർമുല നമ്പർ 175 അപ്ലൈ ചെയ്യാൻ പറ്റുമോ? വൈ നോട്ട് ബ്രോ, ഇപ്പൊ ചെയ്യാം. അപ്ലൈയിങ് ഫോർമുല 175. ഓ നോ, കീക്കോ ഈ ഫാസ്റ്റർ ഫോഡോ എന്നെ പീസാക്കുമെന്നാണ് തോന്നുന്നത്. സിഗ്സാഗ് പൊസിഷൻ സൂപ്പർ സ്പീഡോ. കീക്കോ ഡാമേജ് ഒരുപാടായെന്നാ തോന്നുന്നത്. ഓട്ടോ റിപ്പയർ ചെയ്യാൻ ഒരുപാട് സമയമെടുക്കും. ഓൾറൈറ്റ് സൂപ്പർ സ്പീഡോ, അതുവരെ ഫാസ്റ്റർ ഫോളോയെ ഞാൻ ഡീൽ ചെയ്യാം. പക്ഷേ കീക്കോ, ആയുധമൊന്നുമില്ലാതെ ഫാസ്റ്റർ ഫോഡോ എന്ന് എങ്ങനെ ഡീൽ ചെയ്യും? സൂപ്പർ സ്പീഡോ ആക്ടിവേറ്റ് ഫോർമുല നമ്പർ 97. ഓക്കെ കീക്കോ. വേറൊരു വഴിയുമില്ല. ഞാൻ എന്റെ സ്പെഷ്യൽ കിക്ക് യൂസ് ചെയ്തേ പറ്റൂ. ഫാസ്റ്റർ ഫോളോ ആ ട്രാക്കിനെ നശിപ്പിക്കുന്ന തോന്നുന്നത്. അതിനെ രക്ഷിക്കാനായിട്ട് എന്നുവെച്ചാൽ നിങ്ങളല്ലേ മരം വെട്ടുന്ന ആ കള്ളൻ? അല്ല, മരം വെട്ടാനായി കാടിനകത്ത് വരുന്നവരെ തടഞ്ഞു നിർത്താനാണ് ഞാൻ വന്നത്. അപ്പൊ നീയും ഇവിടെ മരം വെട്ടാൻ വന്നവരെ സഹായിക്കാനല്ലേ വന്നത്? ഞാനും സൂപ്പർ സ്പീഡോയും എന്റെ ഫ്രണ്ട്സും മരം വെട്ടുന്നത് തടയാനാ വന്നത്. പക്ഷേ ഈ ദാനു ആരാണ്? ദാനു എന്ന പേരിൽ ഒരാളുണ്ട്. അവൻ എപ്പോഴും അവന്റെ ആളുകളെ ഇങ്ങോട്ട് പറഞ്ഞയച്ചിട്ട് മരം വെട്ടി എടുത്തോണ്ട് പോകും. കുറച്ചു മുമ്പ് ഒരു ട്രക്സ് പോയില്ലേ, അതിൽ സേവ് ട്രീസ് എന്ന് എഴുതിയിരുന്നില്ലേ? അതെല്ലാം ദാനുവിന്റെ ട്രക്സ് ആണ്. എന്ന് വെച്ചാൽ ദാനു എല്ലാവരെയും പറ്റിക്കുവാൻ വേണ്ടി ആ ട്രക്സിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് എഴുതിയിരിക്കുന്നു. അതെ, ഇന്ന് വരെ അവരെ ഞാൻ കാട്ടിനകത്ത് വരുന്നത് തടഞ്ഞു വെച്ചിരിക്കുകയായിരുന്നു. പക്ഷേ ഇന്നവർ ആദ്യമായിട്ട് ആ കാട്ടിനകത്ത് ചെന്നിരിക്കുകയാണ്. ഓ നോ, ഇത് പ്രശ്നമായല്ലോ. കുഴപ്പമില്ല, നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ചേർന്ന് ദാനു മരം വെട്ടുന്നത് തടഞ്ഞു നിർത്താം. യെസ്, എന്നാ പിന്നെ നമുക്ക് 3 പേർക്കും ഒരുമിച്ച് ഒരു ടീമായിട്ട് ചേർന്ന് ഫൈറ്റ് ചെയ്യാം. എന്നാ വാ, നമുക്ക് തെരഞ്ഞ ദാനുവിനെ കണ്ടെത്താം. ദാനു ബോസേ, ഇവിടുത്തെ സ്ഥിതി വളരെ അപകടമാണ്. ഫാസ്റ്റർ ഫുഡോയെ കുറിച്ചുള്ള സത്യം കീക്കോയ്ക്ക് മനസ്സിലായിരിക്കുകയാണ്. ഇപ്പോൾ കീക്കോയും സൂപ്പർ സ്പീഡോയും ഫാസ്റ്റർ ഫുഡോയും ഒരു ടീമായിട്ട് ചേർന്നിട്ട് നിങ്ങൾ അന്വേഷിച്ച് വന്നോണ്ടിരിക്കുകയാണ്. 3 പേരും ഇങ്ങോട്ട് വരട്ടെ. അവർക്ക് എന്നെ ഒന്നും ചെയ്യാനാകില്ല. ഞാൻ അവരെ മുഴുവനായിട്ട് നശിപ്പിക്കും. ഇപ്പൊ എന്റെ കയ്യിൽ സ്പെഷ്യൽ സോൾജേഴ്സ് ഉണ്ട്. അവരെ ഉപയോഗിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ അറ്റാക്ക് പോലും വളരെ ഈസി ആയിട്ട് തടഞ്ഞു നിർത്താനാകും. ഇനി ഞാൻ സമാധാനമായിട്ട് മരം വെട്ടി വിൽക്കും. എന്നിട്ട് ഞാൻ ഒരുപാട് കാശുണ്ടാക്കും. ആരാ എന്നെ തടയാൻ പോകുന്നതെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ദാനു ഒരു രാക്ഷസനാണ്. ആർക്കും ഒരിക്കലും എന്നെ തോൽപ്പിക്കാനാവില്ല. ഇത്തരം ഒരു അടർന്ന കാട്ടില് നമ്മൾ ദാനുവിനെ എങ്ങനെ തെരഞ്ഞു കണ്ടെത്തുന്നേ? അത് കണ്ടോ? അതൊക്കെ ആ ട്രക്കിന്റെ ടയർ മാർക്സ് ആണ്. സൂപ്പർ സ്പീഡോ ഫോർമുല നമ്പർ 35 ആക്ടിവേറ്റ് ചെയ്ത് ആ മാർക്സിനെ ഫോളോ ചെയ്യേ. ഓക്കെ ബ്രോ, അപ്ലൈയിങ് ഫോർമുല 35. കീക്കോ, സൂപ്പർ സ്പീഡോ പിന്നെ മാസ്റ്റർ ഫോഡോയും ഇവിടെ എത്തിയോ? നിങ്ങൾ എല്ലാവരെയും എനിക്ക് ഇല്ലാതാക്കണമെന്നാ തോന്നുന്നത്. ദാനു, നിങ്ങൾ ഈ മരങ്ങളൊക്കെ വെട്ടിയെടുത്തോണ്ട് പോയി വിൽക്കുന്നത് വളരെ റോങ് ആണ്. ദയവേത് ഇത് ഉപേക്ഷിച്ച് റൈറ്റ് ആയ കാര്യങ്ങൾ ചെയ്യൂ. ഒരുപക്ഷെ അത് എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞാൽ? ഞങ്ങൾ ഫൈറ്റ് ഫോർ റൈറ്റ് ആളുകളാണ്. ഇപ്പോൾ ഫാസ്റ്റർ ഫുഡോ ഞങ്ങളുടെ കൂടെയുണ്ട്. ഞാനൊരു രാക്ഷസനെ പോലെയാ.
ജീവനോടുള്ള ആർക്കും എന്നെ തോൽപ്പിക്കാനാവില്ല. എന്റെ കയ്യിൽ അത്ര ശക്തിയുള്ള ഒരു കാര്യമുണ്ട്. അതിന് നീ മാത്രമല്ല, ഈ ലോകത്തുള്ള ആർക്കും അതിനെ തോൽപ്പിക്കാനാവില്ല. ഇതാ ഇത് കണ്ടോ? ഇതാണ് ധാനുവിന്റെ റോബോട്ടിക് രാക്ഷസന്മാർ. ഇവര് നിങ്ങളെ കൊല്ലുക മാത്രമല്ല, ഒരു അടയാളവും ബാക്കി വെക്കാതെ നശിപ്പിച്ചിരിക്കും. സൂപ്പർ സ്പീഡോ ആക്ടിവേറ്റ് ഫോർമുല നമ്പർ 45. യെസ് കീക്കോ, ആക്ടിവേറ്റിംഗ് ഫോർമുല 45. കാട്ടിലെ രാജാവ് എന്ന് പറയുന്നത് സിംഹമാണ്. സൂപ്പർ സ്പീഡോ എല്ലാ റോബോട്ടിനെയും പീസ് ആക്കിയിരിക്കുന്നു. ഇത് വീണ്ടും ഒന്നിച്ചു ചേർന്നിരിക്കുകയാണല്ലോ. അതാണ് എന്റെ റോബോട്ടിന്റെ സ്പെഷ്യാലിറ്റി. ഈ റോബോട്ട്സിനെ ചെറിയ ചെറിയ പീസാക്കി തകർത്തെറിഞ്ഞാലും ശരി, അത് വീണ്ടും ഒന്നായി ചേർന്ന് നിങ്ങളെ അറ്റാക്ക് ചെയ്യും. നിങ്ങളുടെ ഈ അറ്റാക്ക് കാരണം എന്റെ റോബോട്ടിക് രാക്ഷസന്മാർക്ക് ഒന്നും സംഭവിക്കില്ല. ഇപ്പൊ നമുക്ക് നോക്കാം എന്റെ റോബോക്കളുടെ അറ്റാക്കിൽ നിന്നും നിങ്ങൾ എങ്ങനെ രക്ഷപ്പെടുമെന്ന്. ധാനുവിന്റെ രാക്ഷസന്മാരുടെ കയ്യിൽ നിന്നും രക്ഷപ്പെടാൻ ഒരു വഴിയേ ഉള്ളൂ. നിങ്ങൾ എല്ലാവരും അടയാളമില്ലാതെ ഏതെങ്കിലും സ്ഥലത്തേക്ക് ഓടിപ്പോയേക്ക്. പറ്റില്ല ദാനു, റോങ്ങിനെ പേടിച്ച് റൈറ്റ് ഒരിക്കലും ഓടില്ല. പകരം ഫൈറ്റ് ആണ് ചെയ്യുക. എന്നാ ശരി, നിന്റെ വിധിയിൽ അടിവാങ്ങി ഇല്ലാതാകണമെന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാനാ? ഇവരുമായി ഏറ്റുമുട്ടാൻ ഭയങ്കര പ്രയാസമാണ്. കീക്കോ, ഇവന്റെ കഥ അവസാനിപ്പിക്കാൻ എന്തെങ്കിലും ഒരു ഐഡിയ ആലോചിക്കൂ. ഇല്ലെങ്കിൽ ഈ റോബോട്ടിക് രാക്ഷസന്മാർ നമ്മൾ തീർത്ത് കളയും. ഒരു വഴിയുണ്ട്. ആക്ടിവേറ്റ് ഫോർമുല നമ്പർ 32. എനിക്കൊന്നും മനസ്സിലായില്ല കീക്കോ. നമ്മൾ ഈ റോബോട്ടിക് രാക്ഷസന്മാരോട് ഒരുമിച്ചല്ല, തനിച്ച് വേണം ഫൈറ്റ് ചെയ്യാൻ. ഈ പ്രാവശ്യം നമുക്ക് വേറെ രീതിയിൽ അറ്റാക്ക് ചെയ്യാം. നിങ്ങൾ എന്ത് വേണമെങ്കിലും പ്ലാൻ ചെയ്തു. പക്ഷെ ഒരു കാര്യം ഓർത്തോ, എന്റെ ഈ റോബോട്ടിക് രാക്ഷസന്മാരെ തോൽപ്പിക്കുന്നത് പ്രയാസമുള്ളതല്ല, നടക്കാത്ത കാര്യമാണ്. ഓക്കെ അല്ലേ? ധാനുവിന്റെ രാക്ഷസന്മാരെ ആർക്കും തോൽപ്പിക്കാൻ പറ്റില്ല. ലോകത്തുള്ള ഏത് മനുഷ്യനും അവന് ജയിക്കാൻ പറ്റില്ല. സൂപ്പർ സ്പീഡോ ഓർമ്മയുണ്ടല്ലോ, കൃത്യസമയത്ത് ഫോർമുല നമ്പർ 32 അപ്ലൈ ചെയ്തേക്ക്. ഡോണ്ട് വറി കീക്കോ, ചെയ്തോളാം. ദാനു, നിഞ്ച റോബോ പീസായി തകർന്നാലും ഒരുമിച്ച് ചേരും. പക്ഷെ പൗഡർ ആയാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. മനസ്സിലായോ?
ചേടാ ഇവന്മാരെന്റെ എല്ലാ റോബോട്ട്സിനെയും ഭസ്മമാക്കി കളഞ്ഞല്ലോ. എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടുന്നതാണ് ബുദ്ധി എന്നാ തോന്നുന്നത്. സാധാരണ ഉറുമ്പുകൾ പോലും പടയോട്ടത്തിന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതിനെ ആർക്കും തടഞ്ഞു നിർത്താൻ കഴിയില്ല, കടിച്ച് നശിപ്പിക്കും എന്ന് വെച്ചാ. സാർ ചുരുക്കത്തിൽ പറഞ്ഞതിന്റെ അർത്ഥം യു ആർ അണ്ടർ അറസ്റ്റ്. അതേതായാലും കലക്കിക്കോ. വീണ്ടും നീയും സൂപ്പർ സ്പീഡോയും ചേർന്ന് ശരിക്കുമുള്ള മരം വെട്ടുന്ന കള്ളനെ കണ്ടുപിടിച്ചിരിക്കുകയാണ്. ഞാനും സൂപ്പർ സ്പീഡോയും മാത്രമല്ല, ഫാസ്റ്റർ ഫോഡോയും നമ്മളെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അയ്യോ സോറി പാസ്റ്റർ പോടോ, ഞങ്ങൾ എല്ലാവരും നിങ്ങളെ തെറ്റിദ്ധരിച്ചു പോയി. അതൊന്നും സാരമില്ല, എല്ലാവരും തെറ്റിദ്ധരിക്കുന്നത് സ്വാഭാവികമാണ്. പക്ഷെ വളരെ പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ എല്ലാവരും ഒന്നിച്ചു ചേർന്ന് കാട്ടിലുള്ള മരങ്ങൾ വെട്ടാതെ സംരക്ഷിച്ചില്ലേ? യെസ്, ഒരു കാര്യം നമ്മൾ ഒരിക്കലും മറക്കരുത്, എപ്പോഴും മരങ്ങളാണ് നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്സ്.